ഇങ്ങനെ പോണതില്ലേ നല്ല രസമുണ്ട്. കിങ് കോബ്ര കൂടുതലായിട്ട് കാണുന്ന കാടുകളാണ് ഇവിടെയുള്ളത്. അഗുംബയിലെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കുന്താദ്രി ഹിൽസ്. ഇത് ശൃംഗേരി മഠാണ്. പൈസ കൊടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. കൊച്ചു കുട്ടികളൊക്കെ അനുഗ്രഹിച്ചു വിടുന്നുണ്ട്. കൊള്ളാം. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അഗുംബയിൽ വന്നാൽ ഇതുപോലത്തെ കിഡിലൻ പിക്സ് ഒക്കെ കിട്ടും നിങ്ങൾക്ക്. മംഗലാപുരം അഗുംബെ റൂട്ടിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ 1000 പില്ലർ ടെമ്പിൾ കാണാം, ബാഹുബലി ടെമ്പിൾ കാണാം, ഫ്ലോട്ടിംഗ് ടെമ്പിൾ. ഇത് 3 ജൈൻ ടെമ്പിൾസ് തന്നെയാണ്. വെൽക്കം ബാക്ക്. അൻവറാണ്. നമ്മളിപ്പോൾ ഉള്ളത് അഗുംബയിലാണ്. അഗുംബയിൽ മഴ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ അഗുംബെ. അപ്പോൾ ഈ മഴക്കാലം തീരുന്നതിന് മുന്നേ നമുക്ക് അഗുംബേക്ക് പോയാലോ? കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി ഉടുപ്പിയിൽ ഇറങ്ങി റോയൽ ബ്രദേഴ്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത് റെൻ്റ് ബൈക്കിൻ്റെ ഒരു ഷോറൂമാണ്. അവർക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇന്ത്യയിൽ. ഞങ്ങളങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി ഇവിടെ അവരുടെ റെയിൽവേ സ്റ്റേഷൻ ഒരു 3 കിലോമീറ്റർ മാറിയിട്ടാണ് അവരുടെ ഷോപ്പ്. അവിടെ വന്നിരിക്കണം. ഉടുപ്പിയിലെ ഫുഡ് ഭയങ്കര ഫേമസ് അല്ലേ? മൈസൂർ മസാല ദോശ ഇത്തിരി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ കൂട്ട് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. കുറച്ച് റെഡ് കളറിലാണ്. നമ്മളെ കൂടെ ഉള്ളതെന്ന് സാദിക്കാണ്, കൊണ്ടോട്ടിക്കാരൻ സാദിക്കാണ്. രാവിലെ 9 മണിക്ക് ഷോപ്പ് തുറക്കുള്ളൂ. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയി കണ്ടത്. ഉടുപ്പിയിൽ നിന്ന് അഗുംബയിലേക്കുള്ള വഴിയാണ്, ഫോറസ്റ്റ് റൂട്ടാണ്. മഴ തന്നെ. എവിടെ നോക്കിയാലും മഴ. പോണ വഴിക്ക് നിറച്ച് മഴ കൊണ്ട് ഇങ്ങനെ പോവാം. പോളി റൈഡ്. ഈ ചുരത്തിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, സൺസെറ്റ് വ്യൂ പോയിന്റ്. അതാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. സൺസെറ്റ് പോയിന്റ് ആണ്. സൺസെറ്റ് പോയിന്റ് ഇവിടെ നോ പാർക്കിംഗ് ആണ്. അധിക നേരം പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. 5 മിനിറ്റൊക്കെ നമുക്ക് അലൗഡാണ്. അഷ്മറും കൂടി ട്രിപ്പിൽ ജോയിൻ ചെയ്തു. ഓരോ ടൈമിലും ഓരോ ടൈപ്പ് കോടയാണ് അല്ലേ? എന്നൊക്കെ ഇതിപ്പോൾ ഭയങ്കര കോടായി ഇങ്ങനെ പോണതില്ലേ നല്ല രസമുണ്ട്. മംഗലാപുരത്ത് നിന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. വരുന്ന വഴി ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഇതേ ചുരം വഴി തന്നെയാണ് അഗുംബയിലേക്ക് വരേണ്ടത്. നമുക്ക് വരുന്ന വഴിയുള്ള കാഴ്ചകളോ ഏതൊക്കെയൊന്ന് നോക്കാം. 1000 പില്ലർ ടെമ്പിൾ മൂഡ്ബിദ്രിയിൽ. രാവിലെ ക്ലീൻ ചെയ്യാൻ തോന്നുന്നു. പ്രാവുകളാണ് മുകളിൽ. പടിപ്പുര കടന്ന് ഉള്ളിലോട്ട് കയറിയാൽ തന്നെ ഒരു വലിയ പില്ലർ കാണാം. അത് എല്ലാ ജൈൻ ടെമ്പിളിലും കാണാം. ഇത് 3 സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അടിയിൽ കല്ല്, മുകളിൽ 2 വുഡൻ ഫിനിഷാണ്. 15-ാം നൂറ്റാണ്ടിൽ അന്നത്തെ ലോക്കൽ റൂളറായിരുന്ന ദേവരായ വാദ്യരാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചത്. പിന്നീട് 1962 അത് റിനോവേറ്റ് ചെയ്തു. 1000 പില്ലറുകളിൽ 1000 ഡിഫറെൻറ്റ് ഡിസൈൻ എന്നാണ് പറയപ്പെടുന്നത്. 3 നിലകളിലായിട്ടാണ് ഈ ടെമ്പിൾ. അടിഭാഗത്തെ നില പൂർണ്ണമായിട്ടും കല്ലിലാണ് കൊത്തിയിരിക്കുന്നത്. എല്ലാ തൂണുകളും ഡിഫറെൻറ്റ് ഡിസൈനിലാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞല്ലോ. ദക്ഷിണ കന്നഡ ജില്ലയിൽ ഒരുപാട് ജൈന ക്ഷേത്രങ്ങളുണ്ട്. ജൈൻ വാരണസി ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ് ഈ മൂഡ്ബിദ്രി അറിയപ്പെടുന്നത്. മംഗലാപുരത്ത് ഒരു 35 കിലോമീറ്റർ ഉണ്ട് ദൂരം ഇങ്ങോട്ട്. കർഗലയിലെത്തി. അവിടെയുള്ള ബാഹുബലി സ്റ്റാച്യു, ബാഹുബലി ടെമ്പിളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 42 അടി ഉയരാണുള്ളത്. ശ്രാവണബലഗോലയിലുള്ളതാണ് ഏറ്റവും ഉയരമുള്ളത്, 57 അടി. ഇങ്ങനത്തെ 5 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞത് കർണാടകയിൽ. 20 അടിക്ക് മുകളിലാണ് ഉയരമുള്ള. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇതാണ് ചതുർമുഖ ബസതി. നമ്മൾ ഒരു ജൈൻ ടെമ്പിൾ തന്നെയാണ് ഇതും. നേരത്തെ ബാഹുബലി ടെമ്പിൾ കണ്ടില്ലേ, അതും ഒരു ജൈൻ ടെമ്പിൾ തന്നെ ആയിരുന്നു. വാരംഗ ജൈൻ ടെമ്പിൾ. ഞാൻ ഫ്ലോട്ടിംഗ് ടെമ്പിൾ എന്നും കൂടി പറയുന്നുണ്ട്. ഇതിലേക്ക് ചെറിയൊരു ബോട്ടിൽ വേണം അങ്ങോട്ട് പോകാനായിട്ട്. കൊള്ളാം. ഇത് 6 മണിക്കൂടെ ക്ലോസ് ആവും. പക്ഷേ ഇവിടുന്ന് ഒരു തോണിയെല്ലാം തുഴഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ട്രൗസർ ഇട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ഷോർട്സ് പറ്റില്ല, പാൻറ്റ് വേണമെന്ന് പറഞ്ഞു.
ഇതാണ് സീതാ നദി. അകുംബയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ റോഡ് സൈഡിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും ഇത്. അകുംബ എത്തുന്നതിന് ജസ്റ്റ് മുന്നേ ചെറിയൊരു ലേക്ക് ഉണ്ട്. നമ്മളെ ഈ പൂക്കോടൊക്കെ ലേക്ക് പോലത്തെ ഒരു കുഞ്ഞ് ലേക്ക്. ഇവിടെ എന്താ ബോട്ടിംഗ് ഉണ്ട് തോന്നുന്നു. ഇവിടെ നിറച്ചും ഫോഗാണ്, അതുകൊണ്ട് വിസിബിലിറ്റി കുറവാണ്. അകുംബയിൽ എത്തിട്ടോ, ചെറിയൊരു ഗ്രാമം. ഹോട്ടൽ മയൂരുണ്ട്. ഇവിടെയാണ് മല്ലയ്യാൻ്റെ ഹോട്ടൽ ജസ്റ്റ് മല്ലയ്യാസ്. കുറച്ച് കടകളും കുറച്ച് ഹോട്ടൽസും മാത്രമേ. മല്ലയിൽ താമസിക്കാം, അല്ലെങ്കിൽ മാൽഗുഡി ഹോം സ്റ്റേ എന്നിട്ട് വേറെ ഹോം സ്റ്റേ ഉണ്ട് അതിൻ്റെ പുറകിൽ. രണ്ടിലും കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ത്യയിൽ നിന്ന് ആസ്ട്രേലിയക്ക് ബൈക്കിൽ പോകുന്ന ഇർഷാദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ റൂട്ട് നോക്കി. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ലാവോസ്, വിയറ്റ്നാം, കംബോഡിയ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ. ഇതാണ് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് സ്കൂട്ടറിൽ പോകുന്ന ഇർഷാദ് കുറുക്കോല്. ഇയാളുടെ ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോൻ്റെ ലിങ്ക്. അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു അന്ന്. നേവിഗേറ്ററിൻ്റെ ടീം ഉണ്ടായിരുന്നു, ഗീതുവിൻ്റെ ടീം ഉണ്ടായിരുന്നു. ഇവിടെ മഴ കൊള്ളാനാണ് വരേണ്ടതെന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ ഒരു അട്രാക്ഷനാണ് കേട്ടോ. ഇതുപോലുള്ള ലോറിയിൽ, മിനി ലോറിയിൽ ഒന്നിച്ച് റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് സൈഡ് സീയിങ്ങിന് കൊണ്ടുപോകും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തോ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ കിങ് കോബ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി വന്നത്. സോമേശ്വർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് റെസ്ട്രിക്റ്റഡ് ഏരിയ, ഇല്ലീഗൽ എൻട്രി പ്രൊഹിബിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് കിങ് കോബ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. അകുംബ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ എന്ന പേരല്ലേ? ഇത് തന്നെയാണ് മറ്റേ കിങ് കോബ്ര റിസർച്ച് സെൻറ്ററും. ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കിങ് കോബ്ര കൺസർവൻസി എന്നൊക്കെയുള്ള സ്റ്റിക്കറൊക്കെ കണ്ടു ബൈക്കിൽ. എന്തായാലും ഒരു ആൾ മനുഷ്യനില്ലാത്തൊരു കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഇത്. ജോഗിഗുണ്ടി വാട്ടർഫാൾസിലേക്കാണ് അടുത്ത പോകുന്നത്. ഒരു 15 മിനിറ്റ് കാട്ടിലൂടെ നടക്കണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക്. നല്ല വെള്ളമുള്ളതുകൊണ്ട് കുറച്ച് സേഫ് അല്ല ഇറങ്ങാൻ. കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള വേറൊരു വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരാം. സിരിമന വാട്ടർഫാൾസ് ശൃംഗേരിക്ക് പോകുന്ന വഴിയാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കുറേ ദൂരം പോകണം. സിരിമന വാട്ടർഫാൾസിൻ്റെ എൻട്രി പോയിൻ്റ് ആണ്. 8 മണി തൊട്ട് 6 മണി വരെ അലോഡാണ്. 50 രൂപ ഫീസ് ഉണ്ട്. ഒരു 5 മിനിറ്റ് വാക്ക് ചെയ്യാനുള്ളൂ. ഫാൾസിലേക്കുള്ള വഴിയാണ്. കിങ് കോബ്ര കൂടുതലായിട്ട് കാണുന്ന കാടുകളാണ് ഇവിടെയുള്ളത്. താഴെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. ഒരാൾ തിരക്ക് പിടിച്ച് റോഡ് ക്രോസ് ചെയ്യാണ്. ഇത് ശൃംഗേരി മഠാണ്. ശ്രീ ശാരദാംബ ടെമ്പിളാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു പിൽഗ്രിം സെൻ്ററാണിത്. ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച 4 പീതാസിലെ ആദ്യത്താണിത്. ഇതാണ് തുങ്ക റിവർ. പിന്നീട് കുട്ട്ലി എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഭദ്ര നദി കൂടി ജോയിൻ ചെയ്ത് തുങ്കഭദ്ര നദിയായിട്ട് ഒഴുകും. നമ്മൾ ഹംപിയിലൊക്കെ എത്തുമ്പോഴേക്കും ആ നദിൻ്റെ പേര് തുങ്കഭദ്ര എന്നാണ്. കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് ഒരുപാട് വണ്ടികളുണ്ട്. ഇതൊരു ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. പൈസ കൊടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. കൊച്ചു കുട്ടികളൊക്കെ അനുഗ്രഹിച്ച് വിടുന്നുണ്ട്. അത് കൊള്ളാം.
വേ ടു ഡൈനിങ് ഹാൾ. ഓ, ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ശൃംഗേരിയും സിരിമനയും ഒരേ റൂട്ടിൽ തന്നെയാണ്. അതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് റൂമിലേക്ക് വന്നു നമ്മൾ. മഴ തന്നെ. ഇന്നലെ രാവിലെ റെയിൻകോട്ട് കയറ്റിയതാണ്. ഇന്ന് വൈകുന്നേരത്തെങ്കിലും ദൂരാൻ പറ്റുമെന്ന് തോന്നണില്ല. ഒരു അണ്ടർവെയർ ഇട്ടിട്ട് കയറിയാൽ മതി. എന്നാൽ പിന്നെ മഴ കൊള്ളണം എന്ന് മഴ മൈൻഡ് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി. കാരണം ഓരോ ഡെസ്റ്റിനേഷനും ഒരു 25 കിലോമീറ്റർ അങ്ങോട്ട്, ഒരു 25 കിലോമീറ്റർ ഇങ്ങോട്ട് കാട്ടിൽക്കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുക മഴയത്ത്. അതാണ് ഇവിടുത്തെ ഒരു വൈബ്. ഒരു രക്ഷയില്ല. റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വീണ്ടും മഴ കൊള്ളാൻ ഇറങ്ങി. കുന്താദ്രി ഹിൽസിലേക്കാണ് യാത്ര. കുന്താദ്രി ഹിൽസിൻ്റെ മുകളിൽ വരെ വണ്ടി പോകും. ട്രെക്ക് ചെയ്തിട്ടും ഈ വഴി പോകാം. ഫുൾ കോടയാണ്, ഒന്നും കാണുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു രസമുണ്ടല്ലോ. മഴ, കോട, മഴ, അതന്നെയാണ് കുമ്പ. ലെറ്റ്സ് ഗോ ഫോർ എ ക്യാമ്പിലെ ടീമിനെ അവിടെ വെച്ച് കണ്ടു. ഒരു കുളം ഉണ്ടല്ലോ ഇവിടെ, ഇതിനകത്ത് കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. ഒരു പാറയാണ്, ചുറ്റും നല്ല വ്യൂ ഉള്ള സ്ഥലമാണിത്. പക്ഷേ കോട ഒന്നും കാണുന്നില്ല. വീണ്ടും ജെയിൻ ടെമ്പിൾ. ഇതിന്റെ മുകളിലൊരു ജെയിൻ ടെമ്പിൾ ഉണ്ട്, കുന്താദ്രി ജെയിൻ ടെമ്പിൾ. ഇവിടെ ജെയിൻ ടെമ്പിളോട് കളിയാണല്ലോ. 2 കുളങ്ങളുണ്ട് ഇവിടെ. നല്ല വ്യൂ പോയിന്റ് ആണ്. പക്ഷേ കോടയെ തന്നെ ഒന്നും കാണുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ സെഷൻ ആയിരുന്നു. പല ആംഗിളിലും പല പോസിലായിട്ട് എല്ലാവരും മരിച്ച് ഫോട്ടോ എടുക്കണം. സാദിഖും അഷ്മറും ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ താഴോട്ട് നോക്കണം. ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാവും ഇവിടെ. സോ അടുത്ത മഴയാത്ര കാവൽദുർഗ ഫോർട്ടിലേക്കാണ്. കുന്താദ്രി ഹിൽസ് പോലെ വണ്ടി മുകളിൽ വരെ കയറൂല. 5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. സാദിഖ് ഓടി കയറുന്നാണ് പറയുന്നത്. ഓട്ടത്തിലാണ് പുള്ളി. ഇങ്ങനെ ഓടി കയറിയ മുകളിലേക്ക് എത്തിയിട്ടില്ല. ഒമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട 14-ാം നൂറ്റാണ്ടിൽ ചെലുവരങ്കപ്പയാണ് നവീകരിച്ചത്. വിജയനഗര ഭരണാധികാരികളുടെ കീഴിലുള്ള വിപ്ലവകാരികളായ നായകന്മാരുടെ ശക്തി കേന്ദ്രമായിരുന്നു ഇത്. കവലദുർഗ ഫോർട്ടിയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഒരു പോണ്ടുണ്ട്, അതുപോലെ ആയുധപ്പുരയുണ്ട്, അതുപോലെ തകർന്നെടുക്കുന്ന കുറേ കല്ലുകളുണ്ട്. എന്തായാലും നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഏരിയയിൽ. ഇവിടെ വരുന്നവർ മൺസൂണിൽ തന്നെ വരണം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല മഴ ഉണ്ടാകുമ്പോൾ വരണം. എന്നാലേ ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും മഴക്കാടുകളൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ മഴയാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാണ്. എന്നും ഓർത്തിരിക്കാൻ പറ്റുന്നൊരു യാത്ര തന്നെയായിരുന്നു യാഗുമ്പെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.